ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു മധുരമുള്ള തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കായി 2 വലിയ തക്കാളിയും ഒരു മീഡിയം സൈസ് സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 6 പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും ആവശ്യമാണ്. കാരണം ഇതിന് പച്ചമുളകിൻ്റെ എരിവ് നന്നായി വേണം. ചുവന്നമുളക് പൊടിയിടുന്നത് കളറിന് വേണ്ടി മാത്രമാണ്. ഇത് മുങ്ങാവുന്നതിലും കുറച്ച് അല്പം കൂടി വെള്ളം ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരല്പം മുളക് പൊടി, 2 കറിവേപ്പില എന്നിവയും ചേർത്ത് മൂടി വെച്ച് വേവിക്കണം. ഇത് നന്നായി വെന്ത് ഉടയണം. ഇതിൽ വേറെ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറിയാണ് ഇത്. ചെറുപ്പത്തിലേ ഇത് കഴിക്കുന്നതുകൊണ്ടാവാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഈ മധുരമുള്ള കറി. ഒരുവിധം ചിലർക്കൊന്നും പിടിച്ചെന്ന് വരില്ല, എന്നാലും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. ശേഷം അതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിളക്കണം. ഇതിൽ മധുരമാണോ അല്ല എരിവാണോ ഈ കറി എന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധമുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. മധുരവും ഉണ്ടാവണം, എരിവും ഉണ്ടാവണം. ശേഷം ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിക്കുക. കറി റെഡിയായി. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പരത്തി, ഇന്ന് ഫുൾക്ക ചപ്പാത്തിയാണ് ഞാൻ കാണിക്കുന്നത്, അത് ഉണ്ടാക്കുന്നത് കാണാം. ഫുൾക്ക ചപ്പാത്തിയിൽ നെയ്യ് ചേർക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഇന്ന് കാണിക്കാം. അതിൽ നെയ്യ് ഇടാതെയും ഇടാം, നെയ്യ് ഒരല്പം ഇട്ടിട്ട് ഉപയോഗിക്കാം. ഞാൻ അധികം നെയ്യ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അധികവും എനിക്ക് ഫുൾക്ക ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. മാത്രമല്ല അത് പെട്ടെന്ന് കഴിയും. മറ്റേ ചപ്പാത്തി പോലെയല്ല, ഒരു സെക്കൻഡ് കൊണ്ട് അത് ഫ്ലെയിമിലിട്ടാൽ ചപ്പാത്തി ആയി വരും. ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. പെട്ടെന്ന് സമയം ലാഭിക്കാം കുറേ ചപ്പാത്തി ഇടുമ്പോൾ, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചപ്പാത്തി പരത്തി കഴിഞ്ഞു. ഇനി ഫുൾക്ക ചപ്പാത്തി ചുടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചപ്പാത്തിക്കല്ല് ചൂടായാൽ അതിലേക്ക് ഒരു ഭാഗം ഒരല്പം ചൂട് പിടിച്ചായാൽ മറ്റ് 2 ഭാഗവും തിരിച്ചിട്ട് ഒന്ന് സ്റ്റിഫാവണം. അതിന് ശേഷം അത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കാം. ഒരു സെക്കൻഡ് കൊണ്ട് ചപ്പാത്തി ആവും. ഇനി അത് 2 ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ അല്പം കാസറോളിൽ ഒരല്പം നെയ്യിട്ട് അടുത്ത ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഉരച്ചാൽ അതിൽ ചപ്പാത്തി 2 ഭാഗത്ത് നെയ്യായി. ഉടനെ കാസറോൾ മൂടി വയ്ക്കുകയും വേണം, അല്ലെങ്കിൽ ചപ്പാത്തി ഒരു ഹാർഡായി വരും. ഇനി നേരിട്ട് ചപ്പാത്തി കല്ലിൽ ഒരു നെയ്യിട്ടിട്ട് 2 ചപ്പാത്തി ചുട്ടെടുക്കാം. അത് 2 വശവും ഒരുവിധം അല്പം മൊരിഞ്ഞു വന്നാൽ നെയ്യിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം അരികൊക്കെ അമർത്തി ചെയ്യാൻ. ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോകും. ചെറിയ തീയിൽ ചേർത്താൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ മറിച്ചിട്ട് പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി ഹാർഡായി വരും. ഇനി നമുക്ക് ഈ മധുരമുള്ള തക്കാളിക്കറിയും കൂട്ടി ചപ്പാത്തി കഴിക്കാം. ഇത് നല്ല കറി, ഇങ്ങനെ അല്പം ലൂസായ കറിയായിരിക്കും. അത് ചപ്പാത്തിയുടെ മുകളിൽ ഒഴിച്ച് കഴിക്കാനാണ് കൂടുതൽ രുചി. ഞാനിത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.